ഇന്ന് എൻ്റെ വീട്ടിലൊരു അതിഥി വന്നിട്ടുണ്ട്. ആൾ കുറേ ദിവസമായിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുന്നുണ്ട്. ആളിവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ആളെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. മുത്തേ വാ. ഇതാണ് ഞാൻ പറഞ്ഞ അതിഥി. ആള് ഞങ്ങൾ വിളിക്കുന്നത് മുത്തെന്നാണ്. മുത്തിന് ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് വേണ്ടി ഏത് ഫുഡാണ് തയ്യാറാക്കി തരുന്നത്? നീ എനിക്ക് റീലൊക്കെ അയച്ചിട്ട് ഉണ്ടാക്കി തരാൻ ചോദിക്കാറില്ലേ? ബേസിൽ ജോസഫിന്റെ ഷെഫ് ഉണ്ടാക്കുന്ന ഫുഡ്. കൊഞ്ച് നിർവ്വാണം. അത് തന്നെ. ഇതിനാവശ്യമായ സാധനങ്ങൾ: പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില, ആവശ്യമായ പൊടികൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി. അതിൽ കുറച്ച് വിനാഗിരി എന്ന് പറഞ്ഞാൽ സുറുക്കയാണ്. ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയാറ്. വിനാഗിരിയും ആവശ്യത്തിന്. വെളിച്ചെണ്ണ ഞങ്ങൾ വയനാടായതുകൊണ്ട് ഇങ്ങനെ കട്ടിയായിരിക്കും, അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്ലാസ്സിലാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ? ആവശ്യത്തിന് വെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലോട്ട് നമുക്കിപ്പോൾ അരച്ചെടുത്ത മിക്സ് ചേർത്ത് കുഴച്ചെടുക്കാം. मैं खुद से भी ज्यादा तुझमें खो गया हूं. എണ്ണ ചൂടയിലോട്ട് ലേശം പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയും അരമണിക്കൂർ മുമ്പ് നമ്മൾ മസാല തേച്ച് വെച്ച ചെമ്മീൻ നമുക്ക് ഈ എണ്ണയിലോട്ട് കുറച്ച് എടുത്തിടാം. बस इतना कहना है तुझ में ही जीना है तेरे नाम की चाबी मेरे दिल की रीत है तू ही मेरा सुकून तू ही मेरा सुकून तेरे बिना अधूरा मेरा. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ. അപ്പം നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കാം. ഞാൻ വിളിച്ചിട്ട് വന്നത് ഇവൻ വിളിക്കാണ്ട് വന്നതുവാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നാണ് നടന്നത്.